സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ച ഒരു പ്രീവിയസ് ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ. ദ ബുക്ക് ഓൺ ദ ടേബിൾ ഡാഷ് ടു യുവർ ടീച്ചർ. കണ്ടല്ലോ, ദ ബുക്ക് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ. ബിലോങ്സ് ഓപ്ഷനിലുണ്ട്, ബിലോങ് ഉണ്ട്, ആർ ബിലോങ്ങിങ് ഉണ്ട്, വെയർ ബിലോങ്ങിങ് ഉണ്ട്. ഇപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ബിലോങ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് ബിലോങ്. ഇനി കാരണം എന്താണ്? ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്ന ടേബിൾ അല്ല. ടേബിൾ എന്നതല്ല സബ്ജക്റ്റ് എന്ന് വരുന്നത്. ടേബിളിന്റെ മുകളിലിരിക്കുന്ന ബുക്കുകളാണ്. സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ബുക്കാണ്. ഇവിടെ ബുക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം? പ്ലൂറല് വെർബ് ആയിരിക്കണം. അതുകൊണ്ടാണ് ബിലോങ് അവിടെ ഉത്തരമായിട്ട് വന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ആർട്ടിക്കിൾസ് ആർ സ്യൂട്ടബിൾ ഇൻ ദ സെന്റൻസ്? താഴെ തന്നിരിക്കുന്ന സെന്റൻസിന് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ വാക്കുകൾക്ക് മുന്നിൽ ഉചിതമായിട്ടുള്ള ആർട്ടിക്കിളുകൾ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്. ഹി ഓർഡേർഡ് ഡാഷ് കേക്ക് ആൻഡ് ഡാഷ് എക്ലെയർ ഡാഷ് കേക്ക് വാസ് നോട്ട് ഗുഡ്. തന്നിരിക്കുന്നതിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, സ്വരാക്ഷരത്തിലാണ് ഒരു വാക്ക് ഉച്ചരിക്കുന്നതെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? ആ മുതല് അം വരെ വരുന്ന അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ. ഒരു വാക്ക് ഉച്ചരിക്കുന്നത് മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണെങ്കിൽ അവയ്ക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയണമെന്ന് പഠിച്ചു? ആൻ ചേർത്ത് പറയുക, അല്ല എങ്കിൽ എ ചേർത്ത് പറയാം. ഇനി ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ദാ ചേർത്ത് പറയുക. ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദാ ചേർത്ത് പറയുക. നോക്കിയേ, ഇവിടെ കേക്ക് കായിലാണ് തുടങ്ങുന്നത്. കായ് എന്ന് പറയുന്നത് സ്വരാക്ഷരമല്ല, സ്വരാക്ഷരം അല്ല. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചേർത്ത് പറയാം? എ ചേർത്ത് പറയാം. എക്ലെയർ എ എന്ന് പറയുന്ന സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ആൻ ചേർത്തിട്ട് പറയാം. ഇനി അതേപോലെ കേക്ക്, ദ കേക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നു, ദ ചേർത്തിട്ട് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? എ കോമ ആൻ കോമ ദ എന്ന ഓപ്ഷൻ വരുന്നു. ഏതാണ്? സി ഓപ്ഷൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ സി ആണ് നമുക്ക് രണ്ടിന്റെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. മൈ ബ്രദർ സെൽഡം സ്മൈൽസ് അറ്റ് ഹിസ് ക്ലാസ്മേറ്റ്സ്. കണ്ടല്ലോ, വന്നിരിക്കുന്ന ചോദ്യത്തില് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ്. ഇപ്പൊ സെൽഡം വരുന്ന സെന്റൻസ് എന്ത് സെന്റൻസ് ആണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. സെൽഡം നെഗറ്റീവ് വേർഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ടാഗ് ഇടണം? പോസിറ്റീവ് ടാഗ് ഇടണം. ഇക്വേഷൻ എങ്ങനെയാണ്? സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്സിലറി വെർബ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ ഓക്സിലറി ഇല്ല, ഓക്സിലറി കണ്ടെത്തണം. വെർബ് V1 ആണെങ്കിൽ അവിടെ വരുന്ന ഓക്സിലറി ഡു എന്നും, വെർബ് എസിലാണ് അവസാനിക്കുന്നെങ്കിൽ ഡസ് എന്ന ഓക്സിലറിയും, പിന്നെ അതുപോലെ വെർബ് V2 ആണെങ്കിൽ ഡിഡ് എന്ന ഓക്സിലറി നമുക്ക് എടുക്കാം. ഇവിടെ നമുക്ക് സ്മൈൽസ് എന്ന് പറയുന്ന എസിൽ അവസാനിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാം? ഡസ് എന്ന ഓക്സിലറി എടുക്കാം. ഇനി മൈ ബ്രദർ എന്ന് പറയുന്നത് ആണാണ്. അതുകൊണ്ട് നമുക്ക് ഹി എന്ന സബ്ജക്റ്റ് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഡസ് ഹി എന്ന ഉത്തരം കിട്ടുന്നു. ഡസ് ഹി എന്ന ഉത്തരം കിട്ടുന്നു. ഏത് വരുന്നു? ഡസ് ഹി. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. എത്രാമത്തെ ചോദ്യത്തിന് ഉത്തരം? നമ്മളെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ഓപ്ഷൻ വരുന്നു. നാലാമത്തെ ചോദ്യം നോക്കിയേ. വെൻ റീന റീച്ച്ഡ് ഹെർ ഫ്രണ്ട്സ് ഹോം ഷീ ഡാഷ് TV. കണ്ടല്ലോ, ഇപ്പൊ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ടെൻസ് ഓഫ് ദി വേർഡ് ഗിവൺ ഇൻ ദി ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്ക് വച്ചിട്ട് ഉചിതമായിട്ടുള്ള ടെൻസ് ഫില്ല് ചെയ്യാനാണ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തില് റീച്ച്ഡ് എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. റീച്ച്ഡ് എന്ന് പറയുന്നത് എന്താണ് കൂട്ടല്ലേ? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, നോക്ക്, സിമ്പിൾ പാസ്റ്റിനോടൊപ്പം ചേരുന്ന രണ്ട് ടെൻസ് ഉണ്ട്. ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ്, രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് പ്ലസ് V3യും, പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് ഓർ വെയർ, വാസ് ഓർ വെയർ പ്ലസ് ING. ഓക്കെ, അപ്പം V2നോടൊപ്പം ചേരുന്ന രണ്ട് ടെൻസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ ഹാഡ് പ്ലസ് V3യും ചേരാം, വാസ് ഓർ വെയർ പ്ലസ് ING ചേരാം. ഇവിടെ നോക്ക്, ഇവിടെ ഹാഡ് പ്ലസ് V3 ഓപ്ഷനിൽ ഇല്ല, ആകെ ഉള്ളത് വാസ് ഓർ വെയർ പ്ലസ് ING. അതുകൊണ്ട് വാസ് വാച്ചിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഡി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. fill in the sentence. Fill in the sentence with a suitable preposition. Suitable ആയിട്ടുള്ള preposition വെച്ച് ഉത്തരം ഫിൽ ചെയ്യാനാണ്.
He walked into his house and found dash his surprise that there was water all over the floor. കണ്ടല്ലോ, ബൈ ഓപ്ഷനിലുണ്ട്, വിത്ത് ഉണ്ട്, ടു ഉണ്ട്, ഫോർ ഉണ്ട്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ടു ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ്. കണ്ടെത്തിയ നിറത്തിൽ ടു ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഡയറക്ഷനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യും, ഒന്നിലേക്ക് തിരിഞ്ഞു എന്ന് കാണിക്കാനും ടു ഉപയോഗിക്കുന്നു. ധാരാളം വാക്കുകൾ കഴിഞ്ഞാൽ ടു ചേർത്തിട്ട് പറയണം. ഒന്ന് വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ടു ചേർത്ത് പറയണം. എൽഡർ, പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ടു ചേർത്തിട്ട് പറയണം, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കിയേ. The young man was baffled by the questions of policeman, which is the apt synonym for the word baffled. Baffled എന്ന് പറയുന്ന വാക്കിന് ഉചിതമായിട്ടുള്ള സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം സമാനപദം. അമൈസ്ഡ് ഓപ്ഷനിലുണ്ട്, ഫ്രൈറ്റൻഡ് ഉണ്ട്, ബോൾട്ടഡ് ഉണ്ട്, കൺഫ്യൂസ്ഡ് ഉണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് കൺഫ്യൂസ്ഡ് ആണ്. ബഫിൾഡ് ആശയക്കുഴപ്പത്തിലാകുക എന്നർത്ഥത്തിൽ പറയുന്നു. കൺഫ്യൂസ്ഡ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. The car blew up after it fell down into the deep pit. Another word for the phrasal verb blow up can be. അതായത് ബ്ലോ അപ്പ് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബിന് ഉചിതമായിട്ടുള്ള മീനിങ് എന്താണ് നമ്മൾ പഠിച്ചതാണ്. ബ്ലോ അപ്പ്, ബ്ലോ എന്ന് പറഞ്ഞാൽ കത്തുക എന്ന് അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അപ്പ് മുകളിലേക്ക്, ഇപ്പൊ ബ്ലോ അപ്പ് കത്തിപ്പടർന്നു. ബ്ലോ അപ്പ് മീൻസ് എക്സ്പ്ലോഡ് ചെയ്യുക. എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്, എക്സ്പ്ലോഡ്. ഓക്കെ, ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിംഗ്വിഷ്. ബ്ലോ ഔട്ട് മീൻസ് എക്സ്റ്റിംഗ്വിഷ്. ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോ ഔട്ട് മീൻസ് എക്സ്റ്റിംഗ്വിഷ്. എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക, തീ കെടുത്തുക എന്നാണ്. ഇനി അതേപോലെ ബ്രിങ് അല്ലെങ്കിൽ അടുത്തതാണ് ബ്രേക്ക് ഇൻ. ബ്രേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ററപ്റ്റ് എന്നാണ്. ബ്രേക്ക് ഇൻ, ഇന്ററപ്റ്റ്. അതേപോലെ ബ്രേക്ക് ഇൻടു എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റർ ബൈ ഫോഴ്സ് എന്നാണ്. എൻറ്റർ ബൈ ഫോഴ്സ് എന്നാണ്. ബ്രേക്ക് അപ്പ് എന്ന് പറഞ്ഞാലോ ബ്രേക്കപ്പ് മീൻസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് എന്നാണ്. എൻ്റെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഫില്ലിംഗ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് ആ സെന്റൻസ് പൂർത്തീകരിക്കാനാണ്. ഐ ഡോണ്ട് തിങ്ക് ദ അതോറിറ്റീസ് വിൽ നെവർ ടു ദ സ്റ്റുഡൻസ് ഡിമാൻഡ്. കണ്ടാ, ഞാൻ ചിന്തിക്കുന്നില്ല ആ അതോറിറ്റീസ് ആ കുട്ടികളുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? അംഗീകരിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ അംഗീകരിക്കുക എന്ന അർത്ഥത്തോടാണ്. എക്സസസ് ഓപ്ഷനിലുണ്ട്, എക്സീഡ് ഓപ്ഷനിലുണ്ട്, എക്സസ് ഓപ്ഷനിലുണ്ട്, എക്സീഡ് ഓപ്ഷനിലുണ്ട്. എക്സസ് മീൻസ് പ്രവേശിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എക്സസ് മീൻസ് പ്രവേശിക്കുക. എക്സീഡ് മീൻസ് അംഗീകരിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നു. എക്സസ് അധികം എന്ന അർത്ഥത്തിൽ പറയുന്നു. എക്സീഡ് ചെയ്യുക, അതിര് കടക്കുക എന്നർത്ഥം. അതിര് കടക്കുക, നമ്മൾ അതിര് കടന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചങ്ങ് മുമ്പോട്ട് പോയി എന്ന് പറയില്ലേ, നമ്മുടെ സംസാരങ്ങൾ എക്സീഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആണ്, എക്സീഡ് ആണ്. എക്സീഡ് മീൻസ് അംഗീകരിക്കുക. അപ്പൊ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല, അംഗീകരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദ ഗവൺമെന്റ് ഹാസ് ഗിവൺ ദ ഡിസ്ട്രിക്ട് കളക്ടർ കാർട്ട് ബ്ലാഞ്ച് ഫോർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ദ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ്. വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് കാർട്ട് ബ്ലാഞ്ച് മീൻസ് ഇൻ ദി സെന്റൻസ്? അപ്പം കാർട്ട് ബ്ലാഞ്ച് എന്ന് പറയുന്ന ഫോറിൻ വേർഡിന്റെ ഉത്തരം എന്തെന്നാണ്? അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ നോക്കിയേ. ദ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഹാസ് ഗിവൺ ദ ഡിസ്ട്രിക്ട് കളക്ടർ എന്തോ ഒരു സാധനം കൊടുത്തു. എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലഡ് ഹിറ്റ് ചെയ്യുന്ന ഏരിയയിൽ ചെയ്യാൻ വേണ്ടി എന്തോ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഉണ്ട്, ദ ജുഡീഷ്യൽ പവർ ഉണ്ട്, ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ഉണ്ട്, ദ നെസസറി എക്യുപ്മെന്റ് ഉണ്ട്.
അപ്പൊ നമുക്ക് ഏതായിരിക്കും ഉചിതമായിട്ട് വരുന്നത്? ഒരു പെട്ടെന്ന് ഒരു അപകടം നടക്കുന്ന ഏരിയയിൽ ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട്, പെട്ടെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ഫ്രീഡം, അത് തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. തന്നിരിക്കുന്ന ചോദ്യത്തില് ഇറ്റ് ഈസ് ദ വേസ്റ്റ് ഓഫ് ടൈം ടു ആർഗ്യൂ with a person who is incapable of being corrected. What can be a one-word substitute for the underlined portion? അതായത് incapable of being corrected എന്ന് പറയുന്നതിന് ഉചിതമായിട്ടുള്ള വൺ വേർഡ് ഏതെന്നാണ് ചോദിച്ചത്. അതായത് തിരുത്താൻ കഴിയില്ല എന്നർത്ഥം വരുന്ന വൺ വേർഡ്. ഇൻകോൺഗ്രസ് ഉണ്ട്, മീൻസ് എന്താണ്? യോജിക്കാനാകാത്തത്. ഇൻകോറിജിബിൾ ഉണ്ട്, ഇൻകോറിജിബിൾ മീൻസ് എന്താണ്? തിരുത്താൻ കഴിയാത്തത്. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ബി ഓപ്ഷൻ. ഇനി അടുത്ത ഇൻക്രെഡുലസ് മീൻസ് വിശ്വസിക്കാൻ കഴിയും, അവിശ്വസനീയം എന്നൊക്കെ പറയില്ലേ. ഇൻകോപ്പബിൾ, ഇൻകോപ്റ്റബിൾ മീൻസ് യോജിക്കാനാവാത്തത്. ഇൻകോപ്റ്റബിൾ മീൻസ് യോജിക്കാനാവാത്തത്. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് സിവിൽ പോലീസ് ഓഫീസറിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യവും അതിന്റെ ഉത്തരങ്ങളും എക്സ്പ്ലനേഷനും ആണ് നമ്മൾ നോക്കിയത്.